കേക്ക് വീഡിയോ ഫുള്ള് ഫേക്ക് ആയിരുന്നു. ഇന്നലത്തെ വീഡിയോ ഫേക്ക് ആണ്. സാധനം കൊള്ളത്തില്ലെങ്കിൽ അത് ഞാൻ കൊള്ളത്തില്ലെന്ന് തന്നെ ഞാൻ പറയും. കുറെ ആൾക്കാരുടെ തെറി കാരണം എനിക്കൊരു കമന്റ് ബോക്സ് തന്നെ ഓഫ് ചെയ്യേണ്ടി വന്നു. നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു ക്രീം കേക്കിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിനെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നത്. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ ക്രീം കേക്കിനകത്ത് കളറിന്റെ ബേസ് ചെയ്താണ് നമ്മൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. കാരണം അതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു വീഡിയോയിൽ വന്നിട്ട് കുറേ ആൾക്കാരും ഭയങ്കര മോശമായിട്ടാണ് അതിനകത്ത് സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനകത്ത് ടൈപ്പ് ചെയ്തിരുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതുമായിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും കമൻറ്റ് ഞാൻ ഇതേപോലെ വീഡിയോസിനകത്ത് ഉറപ്പായിട്ട് ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. അത് നമ്മളുടെ ചാനലിൽ കൂടുതലും കുട്ടികളാണ് കാണുന്നത്, ഇല്ലെങ്കിൽ എന്താ പറയുന്നത് പേരൻസ് ആണ് കാണുന്നത്. നമ്മുടെ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്, കുറച്ച് ഫണ്ണായിട്ടുള്ള ഇല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ചാനലാണ്. ഞാൻ ആ ക്രീമിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ആ കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര എന്താ പറയുക കളർ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടത്. ഞാനും ക്രീം കേക്ക് കഴിക്കുന്നതാണ്, എൻ്റെ വീട്ടിൽ പെങ്ങൾ ക്രീം കേക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അതേപോലെ തന്നെ സെയിൽ ചെയ്യാറുണ്ട്, ക്രീം കേക്ക് ഓരോരുത്തർക്ക് വിൽക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഞാൻ ആ കഴിക്കുന്ന സാധനം തന്നെയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇതുപോലെ പലപ്പോഴും പല വെറൈറ്റീസ് ഓഫ് കേക്ക് ഞങ്ങൾ മേടിച്ച് കഴിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബർത്ത്ഡേക്ക് മേടിച്ച കേക്ക് അത് പക്ഷേ അതിനകത്ത് ചേർത്തിരിക്കുന്ന കളർ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. സോ അങ്ങനെയാണ് ആ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അത് കളർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫുഡ് കളറാണ്. അതെനിക്കറിയാം ഫുഡ് കളറാണെന്നുള്ള കാര്യം. വന്നേക്കുന്ന കമൻസിനകത്ത് കൂടുതലും പറയുന്നത് ഫേക്ക് ആണ്, ഈ വീഡിയോ ഫേക്ക് ആണ്, ഈ വീഡിയോ ഫേക്ക് ആണ്. ഞാൻ ആ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് വരെ അതിനകത്ത്, കാരണം മെയിനായിട്ട് ഓഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അങ്ങനെ നെഗറ്റീവ്സ് കൂടുതൽ വന്നിട്ടില്ല. പക്ഷെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എവിടെ നിന്നാണെന്നറിയത്തില്ല കൂടുതലും ആ ഒരു വീഡിയോയ്ക്കകത്ത് തെറിയാണ്. ഞാനത് കാരണം എനിക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ മറ്റുള്ള വീഡിയോയുടെയൊക്കെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഫേക്കാണ്, ആ ക്രീം കേക്കിൻ്റെ വീഡിയോ ഫേക്കാണ്, അതാണ് മറ്റേ മറിച്ചാന്ന് പറഞ്ഞാൽ മോശമായ കമൻറ്റ് വീണ്ടും എനിക്ക് പല വീഡിയോയിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതലായിട്ട് ആ കളറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. ഇതിനകത്ത് കൂടുതൽ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് യാതൊരു കാരണമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഡീഷണലായിട്ട് കൂടുതൽ ഈ ക്രീമിനകത്ത് കളർ ചേർത്തില്ലേ കൂടുതലായിട്ട് അതൊരു എന്താ പറയുക ഉടായ്പ രീതിയിൽ എനിക്ക് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം എനിക്ക് അങ്ങനെ വ്യൂസ് കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് അതിനകത്ത് അല്ലാതെ തന്നെ എനിക്കിതിനകത്ത് നമ്മുടെ ഇതിനകത്ത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് വ്യൂസ് കൂടുതൽ ആൾക്കാർ എനിക്ക് വരുന്നുണ്ട്. എനിക്കല്ലാതെ ഈ മോശമായിട്ടുള്ള ഫേക്ക് കാണിച്ച് എനിക്ക് കൂടുതലായിട്ട് വ്യൂസ് കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഈ കമൻറ്റ് അനാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും കുട്ടികളും അതേപോലെ ഫാമിലി ഇല്ലെങ്കിൽ പേരൻസുമാണ് ഈ കമൻറ്റ് നിങ്ങൾ കാണുന്നതെന്നും കൂടെ ആലോചിക്കണം. നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ഈ മോശമായിട്ട് ഇപ്പോഴും ഈ കമൻറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എൻ്റെ കൺട്രോളിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് പ്രതികരിക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെ ഉദ്ദേശമല്ല, അല്ലെങ്കിൽ ഈ കേക്കുകൾ ഉണ്ടാക്കുന്നവരെ ഉദ്ദേശം ഇല്ലെങ്കിൽ അവരെ ബാധിക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ചെയ്തത്. കാരണം നമ്മുടെ വീട്ടിൽ എൻ്റെ പെങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവൾ ഇതുപോലെ ഓരോരുത്തർക്ക് ഇങ്ങനെ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് വിൽക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ആൾക്കാർ നല്ല അഭിപ്രായം പറയാറുണ്ട്. ആ കേക്കിനകത്ത് ചേർക്കുന്നത് കളറൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കുന്ന കളറിൻ്റെ അളവും അതേപോലെ തന്നെ ചേർക്കുന്ന ആ കളറിൻ്റെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റിയാണ് ഞാൻ മെയിനായിട്ട് ആൾക്കാരെടുത്ത് എടുത്തെടുത്ത് ഓരോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ആരുടെയും തലയിൽ അത് കയറത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ആ ഒരു വീഡിയോയിൽ ഫേക്കാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. സോ ഗൈസ്, ഇനി എനിക്ക് കൂടുതലായിട്ട് പറയാൻ എനിക്ക് വാക്കുകളൊന്നുമില്ല. കാരണം ഞാൻ കാണിച്ചത് എനിക്കറിയാം 100% അതിനകത്ത് ഒരു ഉടായ്പും ഞാൻ കാണിച്ചിട്ടില്ല ശരിയാന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ കമൻറ്റ് പല ആൾക്കാർ, ഞാൻ പറഞ്ഞ പോലെ പല ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. നല്ല വാക്കുകളും പറയും, അതേ മോശമായിട്ടുള്ള വാക്കുകളും പറയുന്നവരാണ്. സോ ഗൈസ്, ഞാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ ആ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിലുള്ള കുട്ടികൾ എന്തായാലും ഈ പറഞ്ഞ പോലെ കിഡ്സ് എന്തായാലും ആ ഒരു കമൻറ്റിനകത്ത് മോശമായിട്ടുള്ള വാക്കുകൾ കാണേണ്ട ഉദ്ദേശമാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തന്നെ ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നി. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ കമൻറ്റ് ബോക്സിനകത്ത് കൂടുതൽ ആൾക്കാർക്കും അതേപോലെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ ആ ഒരു കമൻറ്റ് ബോക്സിനകത്ത് എനിക്ക് വരുന്നുണ്ട്. സോ ഇതിൻ്റെ പേരിൽ ഇതിനകത്ത് നിങ്ങൾ ഇനിയും സംസാരിക്കുകയാണെങ്കിൽ അവർ വർത്തമാനം അല്ലെങ്കിൽ പറഞ്ഞോട്ടെ, ഇനിയും കമൻറ്റ് ചെയ്യാനുള്ളൊരു കമൻറ്റ് ചെയ്തോട്ടെ.
എനിക്ക് കുഴപ്പമില്ല. ഇതെന്തായാലും എനിക്ക് പറയണമെന്ന് തോന്നി, ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടിരിക്കുകയാണ്. സോ അത് കാരണം എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, അത് കാരണമാണ് ഗൈസ് ഞാനൊന്ന് പ്രതികരിച്ചത്. സോ ഇതിനപ്പുറം ഉണ്ട് പ്രതികരിക്കാം, പക്ഷേ ഇതിനപ്പുറം ഞാൻ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ കുട്ടികളാണ് കാണുന്നത് എന്ന് എനിക്കൊരു ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു മോശമായിട്ടുള്ള ഒരു വർത്താനം ഞാൻ പറയാത്തത്. സോ അപ്പോൾ എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം.